ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മളിന്ന് എസ്റ്റിമേഷനിലെ ക്വാണ്ടിറ്റി കാൽക്കുലേഷനാണ് നോക്കുന്നത്. നമ്മൾ എസ്റ്റിമേഷൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷേർഡ് യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റും നോക്കി. ആ സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമ്മൾ പഠിച്ചപ്പോൾ അതിൽ കുറച്ച് വാല്യൂസ് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ആ വാല്യൂസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയി കണ്ട് വാല്യൂസ് പഠിച്ചിട്ട് വരിക. ഇനി വാല്യൂസ് അറിയാവുന്നവരാണെങ്കിൽ കാണാൻ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേഷനിൽ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കണക്കാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് PCC ഓഫ് റേഷ്യോ 1:4:8. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യനാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള MCQ ബുക്ക് നോക്കിയോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയോ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ആ ഡൗട്ട് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. അതെന്തായാലും ക്ലിയർ ചെയ്തതിന് പോകണം. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളിങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കുറേ സമയമെടുക്കും. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ വാല്യൂസ് കറക്റ്റ് ചെയ്തെടുക്കാനുമായിട്ട് നമ്മൾ കുറേ സമയം നമ്മളെടുക്കും. അത്രയും സമയം നമുക്ക് എക്സാമിന് കിട്ടണമെന്നില്ല. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിനും AE ലെവലും ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ പ്രോബ്ലം വരും. തേർഡ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും ഒക്കെ ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസേ വരാറുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഓവർസിയർ ആയാലും AE എക്സാമിന് നോക്കുന്നവരായാലും കുറേ ടൈപ്സ് പ്രോബ്ലം ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ വായിച്ചു ഞാൻ. ഈ ക്വസ്റ്റ്യൻ എന്തോന്നൊക്കെ തന്നിട്ടുണ്ട്? നമുക്കിവിടെ റേഷ്യോ തന്നിട്ടുണ്ടല്ലേ. റേഷ്യോ എത്രയാണ്? 1:4:8. ഓക്കെ, 1:4:8 എന്ന റേഷ്യോ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PCC ആണെന്ന് തന്നിട്ടുണ്ട്. 1 മീറ്റർ ക്യൂബ് PCC ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ക്വാണ്ടിറ്റി എന്തോന്നിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണേണ്ടത്? സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, റേഷ്യോ തന്നിട്ടുണ്ട്. 1 മീറ്റർ ക്യൂബ് PCC ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ വൈസ് നിങ്ങൾ നോക്കുമ്പോൾ വോളിയത്തിലാണ്, അതായത് സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണേണ്ടത്. ദെൻ ഓപ്ഷനിൽ നോക്കുമ്പോൾ വോളിയത്തിലാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആൻസർ വോളിയത്തിൽ കണ്ടുപിടിച്ചാൽ മതി. ഇനിയല്ല എത്ര ബാഗ്, നമ്പർ ഓഫ് ബാഗ്, ആ ടൈപ്പിലാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ നമ്പർ ഓഫ് ബാഗ് തന്നെ ആൻസറായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ തന്നെ വെയ്റ്റിലാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, ഓക്കെ, സിമെൻറ്റിൻ്റെ വെയ്റ്റിലാണ് ഓപ്ഷൻസ്, ഇപ്പം 10 kg 5 kg അതുപോലെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വെയ്റ്റിലും നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ആ 3 രീതിയും ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡുണ്ട്. അതിൽ മെത്തേഡ് 1 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിലുള്ള വാല്യൂസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ വോളിയം ഫാക്ടർ. ഓക്കെ, ഈ ഡ്രൈ വോളിയം ഫാക്ടറൊക്കെ ഏതാണെന്ന് നമ്മൾ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, വീഡിയോ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കിലുള്ള വാല്യൂ വെച്ചും ചെയ്യും. ഇതിൽ നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടുള്ള വെച്ചിട്ട് വേണം ആദ്യം നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് നോക്കാൻ. ഓപ്ഷനിൽ എക്സാമിന് ചിലപ്പോൾ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടുള്ള ആൻസറും തരാം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിലുള്ള ആൻസറും തരാം. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടുള്ള രീതി നിങ്ങൾ ചെയ്ത് നോക്കണം.
അതിൻ്റെ ഓപ്ഷനിലില്ല എങ്കിൽ അത് ആ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഇല്ല എങ്കിൽ മാത്രം മറ്റു മെത്തേഡ് നോക്കുക, അതായത് സ്റ്റാൻഡേർഡ് ബുക്കിലുള്ള വാല്യൂസ് വെച്ച് നോക്കുക. കാരണം ഈ 2 മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോഴും ഡിഫറൻറ്റ് വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് വരാം. അപ്പോൾ നമുക്കിവിടെ 1 മീറ്റർ ക്യൂബ് PCC തന്നിട്ടുണ്ട്, റേഷ്യോ തന്നിട്ടുണ്ട് 1:4:8 ആണ്. ഈ റേഷ്യോയിൽ 1 എന്ന് പറയുന്നത് എന്താണെടാ? 1 എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെ പാർട്ടാണ്. അതുപോലെ 4 എന്ന് പറയുന്നത് എന്താണ്? ഫൈൻ അഗ്രിഗേറ്റ് ആണ്. 8 എന്ന് പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് PCCയിൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എത്രയാണെടാ? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? 1 മീറ്റർ ക്യൂബ് PCCയിലെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 0.95 മീറ്റർ ക്യൂബ്. ഓക്കെ, ഈ വാല്യൂ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് പഠിക്കാത്തവരാണെങ്കിൽ അത് പോയി പഠിക്കണം. അത് ഉറപ്പായിട്ടും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ കണക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, വോളിയം ഓഫ് 1 മീറ്റർ ക്യൂബ് PCC, ഇവിടെ ഫൈൻ അഗ്രിഗേറ്റിലാണ്, കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. 1 മീറ്റർ ക്യൂബ് PCCക്കുള്ള കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം. 1 മീറ്റർ ക്യൂബ് PCCക്കുള്ള കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.95 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇനി നമുക്കറിയാം റേഷ്യോ പറയുന്നത് എങ്ങനെയാണ്? 1 പാർട്ട് സിമൻറ്റ്, 4 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റ്, 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ്. അതായത് അത് ഞാനിങ്ങനെ ഒരു ചെറിയൊരു ടേബിൾ പോലെ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് ഏതാണെടാ? സിമൻറ്റ്. ഓക്കെ, ഈ ഒരു പാർട്ട് സിമൻ്റാണ്. ഇനി ഇതുപോലത്തെ 4 പാർട്ട് അടുക്കി വെച്ചാൽ, ഇതുപോലത്തെ 4 പാർട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ 1 2 3 4. ഓക്കെ, ഇത് സിമൻറ്റിൻ്റെ പാർട്ടാണ്. ഇനി ഇതുപോലത്തെ 4 പാർട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതേതായി? 4 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റായി. ഓക്കെ, ഇത് സിമൻ്റാണ്, ഇത് ഇത്രയും ഫൈൻ അഗ്രിഗേറ്റാണ്. ഇനി അതുപോലെ തന്നെ ഇതുപോലത്തെ 8 പാർട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ 8 പാർട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈനായിട്ട് അത് കാണിക്കുന്നു. 1 2 3 4 5 6 7 8. ഓക്കെ, ഇത്രയും പോർഷൻ ഏതാണെടാ? ഇത്രയും പോർഷൻ കോഴ്സ് അഗ്രിഗേറ്റ് ആണല്ലേ. അപ്പോൾ ഇത്രയും പോർഷൻ സിമൻ്റ് ആണ്, ഇത്രയും പോർഷൻ ഫൈൻ അഗ്രിഗേറ്റ് ആണ്. അതായത് 4 പാർട്ട്, അതുപോലെ ഇത്ര പോർഷൻ 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, ഇനി ഈ 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് എത്രയെന്ന് നമുക്കറിയാം? 0.95 മീറ്റർ ക്യൂബ് എന്ന് നമുക്കറിയാം. ഓക്കെ, 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് 0.95. അതിൽ നിന്ന് നമുക്ക് ഒരു പാർട്ടിൻ്റെ വോളിയം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഈ 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് 0.95 മീറ്റർ ക്യൂബ്. അതിൽ നിന്ന് നമ്മൾ ഒരു പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏതിന് ഈക്വൽ ആയിരിക്കും? സിമൻറ്റിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സിമൻറ്റ് ഇവിടെ ഒരു പാർട്ടല്ലേ ഉള്ളൂ. ഇതുപോലുള്ള 8 പാർട്ട് ചേർന്നതാണ് ഈ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. സോ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയാം. ആ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയത്തിന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാർട്ടിൻ്റെ വോളിയം കിട്ടും. ആ ഒരു പാർട്ടിൻ്റെ വോളിയം എന്ന് പറയുന്നത് സിമൻറ്റിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. സോ എന്ത് ചെയ്യണം നമ്മൾ? 0.95. ഓക്കെ, ഇപ്പോൾ 0.95 ഡിവൈഡഡ് ബൈ 8 ചെയ്യണം. ഇനി അതിലൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, ഈ റേഷ്യോയിൽ സിമൻറ്റിൻ്റെ പാർട്ട് ഏതാണ്? 1 ആണ്. സോ എങ്ങനെ വരുവാടാ? 0.95 ഇൻറ്റു 1/8 എന്ന് വരും. ഓക്കെ, ഇവിടെ ഈ 1നെ സൂചിപ്പിക്കുന്നത് സിമൻറ്റിനെയാണ്, സിമൻറ്റിൻ്റെ പാർട്ടാണ്. ഇനി നമുക്കിവിടെ ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് വന്നിരുന്നെങ്കിൽ ഈ 1ൻ്റെ സ്ഥാനത്ത് 4 വരുമായിരുന്നു. കാരണം എന്താണ്? 4 ആണ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. 4 പാർട്ടാണ് ഫൈൻ അഗ്രിഗേറ്റ് വരുന്നത്. ഓക്കെ, അതായത് വേറെ ഒന്നുമല്ല, നമ്മളിവിടെ നേരത്തെ ഇതുപോലെയാണെങ്കിൽ 0.95/8 ഇൻറ്റു 1, അതായത് സിമൻറ്റിൻ്റേത് 1. ഇനി ഫൈൻ അഗ്രിഗേറ്റിൻ്റെതാണെങ്കിൽ ഇൻറ്റു 4 ചെയ്യുക. ആ ഒരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, 0.95 ഇൻറ്റു 1/8.
ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ, സിമ്മൻറ്റിൻ്റെ വോളിയം കിട്ടും. സിമ്മൻറ്റിൻ്റെ വോളിയം കിട്ടി. ഇത് ആൻസർ ഏകദേശം 0.1187 വരും. ഓക്കെ, 0.1187 വരും അവിടെ. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. 1 മീറ്റർ ക്യൂബ് PCC ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയാം 0.95 മീറ്റർ ക്യൂബാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട്. ആ 8 പാർട്ടിൻ്റെയും വോളിയമാണ് 0.95 എന്ന് പറയുന്നത്. സോ അതിൽ ഒരു പാർട്ടിൻ്റെ വോളിയം കാണാനായിട്ട് 0.95നെ 8 കൊണ്ട് ഭാഗിച്ചു. അത് ഏതിന് ഈക്വലാണ്, ഒരു പാർട്ട് സിമ്മൻറ്റിൻ്റെ വോളിയത്തിന് ഈക്വലാണ്. സോ നമ്മൾ ഇത്രയും കിട്ടി. ഇനി നിങ്ങൾ വോളിയത്തിലാണ് ആൻസർ ഓപ്ഷൻ തരുന്നതെങ്കിൽ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇത് ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്കിലുള്ള വാല്യൂ വെച്ചിട്ടാണ് പറയുന്നത്. ഈ 0.95 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബുക്കിലുള്ള വാല്യൂ ആണ്. ഓക്കെ, ആ മെത്തേഡാണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഓക്കെ, ഓപ്ഷനിൽ വെയിറ്റ് ആണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഇതിനെ ഇനി വെയിറ്റ് ആക്കണം, വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ സിമ്മൻറ്റിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, സിമ്മൻറ്റിൻ്റെ ഡെൻസിറ്റി 1440 ആണല്ലേ. സോ ഈ നമുക്ക് കിട്ടിയ ആൻസറിനെ, അതായത് 0.1187 ഇൻറ്റു 1440 ചെയ്യുമ്പോൾ 1440 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിലോഗ്രാമിലെന്ന് കിട്ടും. ഓക്കെ, ഇത് ഏകദേശം 171 കിലോഗ്രാം എന്ന് വരും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഓർക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഒറ്റ സ്റ്റെപ്പായിട്ട് നമുക്ക്, അതായത് വെയിറ്റിലാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇങ്ങനെ എഴുതാം. 0.95 ഇൻറ്റു 1/8 ഇൻറ്റു 1440 ചെയ്യുമ്പോൾ നമുക്ക് 171 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിനെ എത്ര ബാഗ് എന്നാക്കണം. അതായത് ബാഗ്, നമ്പർ ഓഫ് ബാഗിലാണ് ഓപ്ഷൻ തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എത്ര ബാഗ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ടോട്ടൽ കിലോ നമുക്കറിയാം, ടോട്ടൽ കിലോ എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. അതിന് എത്ര ബാഗ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, വേറെ ഒന്നുമില്ലടാ, ഒരു ബാഗ് സിമ്മൻറ്റിൻ്റെ വെയിറ്റ് എത്രയാണ്, 50 കിലോഗ്രാമാണ്. സോ 171നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബാഗ് സിമ്മൻ്റ് എന്ന് കിട്ടും. അത് 3.42 എന്ന് വരും. ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനവും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഉൾപ്പെടെ ഓപ്ഷനിൽ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മെത്തേഡ്. ഒന്നുകൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സിമ്മൻറ്റ് റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് PCC ഓഫ് റേഷ്യോ 1:4:80. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ഡാറ്റ അറിയാമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. PCCയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് PCCയിലെ 1 മീറ്റർ ക്യൂബ് PCCക്ക് ആവശ്യമായ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയാം. അതാണ് എത്ര, 0.95 മീറ്റർ ക്യൂബ്. ഓക്കെ, 1 മീറ്റർ ക്യൂബ് PCCക്ക് ആവശ്യമായ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.95 മീറ്റർ ക്യൂബാണ്. അത് നമുക്ക് അറിയാം. ദെൻ ആ 0.95നെ, അതായത് റേഷ്യോ എടുക്കുമ്പോൾ 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട്. സോ 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് എത്ര, 0.95 മീറ്റർ ക്യൂബ്. അതിൽ നിന്ന് ഒരു പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ 0.95നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് എന്തിന് ഈക്വൽ ആയിരിക്കും, സിമ്മൻറ്റിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിനെന്താണ് കാരണം, സിമ്മൻറ്റ് എന്നത് ഇത്രയും പാർട്ടുണ്ട്, ഇത്രയും ഇതുപോലുള്ള ഈ സെയിം പാർട്ടിൻ്റെ 8 പാർട്ടാണ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് സിമ്മൻറ്റിൻ്റെ പാർട്ട്, ഇതുപോലുള്ള 8 പാർട്ടാണ് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ അതെന്ന് പറയുന്നത്, കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി. അതുകൊണ്ട് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഈ എന്തിന് ഈക്വലാണ്, സിമ്മൻറ്റിൻ്റെ ഇത്രയും പാർട്ടിന് ഈക്വലാണ്. ഓക്കെ, ഇത് പ്രോബ്ലം വൈസ് പറയുന്നതാണ്. ഞാൻ ഈ സിമ്മൻറ്റിൻ്റെ ഇത്രയും പാർട്ടിന് ഈക്വലാണ് 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർക്കണം. ഇതാണ്. ഇനി നമുക്ക് 0.9, ഇനി ക്വസ്റ്റ്യനിൽ 2 മീറ്റർ ക്യൂബ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഓക്കെ, 2 മീറ്റർ ക്യൂബ് PCC എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഒരു ഇൻറ്റു 2 കൂടെ ചെയ്യും. ഓക്കെ, ഇൻറ്റു 2 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 മീറ്റർ ക്യൂബ് PCC ഉള്ള ക്വാണ്ടിറ്റി ആയി. ഓക്കെ,
നമ്മളിവിടെ വോളിയം കണ്ടുപിടിച്ചു. ഇനി പറഞ്ഞതുപോലെ കിലോഗ്രാമിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സിമൻറ്റിൻ്റെ ഡെൻസിറ്റിയായ 1440. ഓക്കെ, 1440 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. ഇനി അതല്ല നമുക്ക് നമ്പർ ഓഫ് ബാഗിലാണ് ചെയ്യേണ്ടതെങ്കിൽ, നമ്പർ ഓഫ് ബാഗിലാണ് ആൻസർ ആവശ്യമുള്ളതെങ്കിൽ കിലോഗ്രാമിൽ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ബാഗാണെന്ന് നമുക്കവിടെ കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞതുപോലെ, ഓക്കെ, അത് ഫസ്റ്റ് മെത്തേഡാണ്. അടുത്ത് മെത്തേഡ് 2. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, ഡ്രൈ വോളിയം ഫാക്ടർ, ഈ PCCയുടെ ഡ്രൈ വോളിയം ഫാക്ടർ എത്രയാണ്? PCC മീൻസ് കോൺക്രീറ്റിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1.54 ആണ്. അത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഡ്രൈ വോളിയം കോൺക്രീറ്റ് എന്ന് പറയുന്നത് വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. ഈ ഒരു ഫോർമുല ഓർമ്മിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഫോർമുല നിങ്ങൾ ആദ്യം ഓർമ്മിച്ചെടുക്കണം. അതെന്താണെന്ന് താഴോട്ട് പറയുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലം പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഡ്രൈ വോളിയം ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നിങ്ങൾ ഓർമ്മിച്ചെടുക്കണം. അതെന്ന് പറയുന്നത് എന്താണ്? വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. ഈ ക്വസ്റ്റ്യനിൽ വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് എത്രയാണടാ? വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് ആണല്ലേ? 1 ആണ്. ഓക്കെ, അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി അത് ഈ ഒരു ഈ വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തരാത്ത സന്ദർഭങ്ങൾ വരും. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോർമുല നിങ്ങൾ ആദ്യം ഓർമ്മിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പം ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാര്യം ആദ്യം ഓർക്കേണ്ടത് എന്താണ്? ഡ്രൈ വോളിയം ഓഫ് കോൺക്രീറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. ഈ ക്വസ്റ്റ്യനിൽ വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, 1 മീറ്റർ ക്യൂബിന് തന്നിട്ടുണ്ട്. സോ ആ 1 മീറ്റർ ക്യൂബ് ഇൻറ്റു 1 മീറ്റർ ക്യൂബ് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ എത്രയാണ്? കോൺക്രീറ്റിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ എത്രയാണ്? 1.54. ഓക്കെ, 1.54. ഇനി നമ്മൾ പഴയ ക്ലാസ്സിലൊക്കെ നമ്മൾ മാത്സ് ചെയ്യും പോലെ തന്നെ ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? റേഷ്യോ 1:4:8 ആണല്ലേ? സോ ഇതിൽ നമുക്ക് സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/1 + 4 + 8 എന്ന് വരും. ഓക്കെ, അതായത് 1 × 1.54 ഇൻറ്റു 1/1 + 4 + 8 എത്രയാണ്? 13 എന്ന് വരും, 13 എന്ന് വരും. ഓക്കെ, സിമൻറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ടാണ് ഇവിടെ 1 വന്നത്. ഇനി ഫൈൻ അഗ്രിഗേറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ 1ൻ്റെ സ്ഥാനത്ത് 4 വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത്രയും കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോളിയത്തിൽ കിട്ടും. അതായത് വോളിയം ഓഫ് സിമൻറ്റ് കിട്ടും. ഇനി അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിലോഗ്രാമിലോട്ടാക്കാൻ എന്ത് ചെയ്യും? വെയിറ്റാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസറിനെ ഇൻറ്റു 1440 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കത് കിലോഗ്രാമിലായി. ദെൻ അവിടുത്തെ ആൻസറിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ബാഗ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഡ്രൈ വോളിയം ഫാക്ടർ. ഓക്കെ, ഡ്രൈ വോളിയം ഫാക്ടറിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നുകൂടെ പറയുന്നു, ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാര്യം ആദ്യം ഓർമ്മിക്കണം. വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. ഓക്കെ, വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ 1 തന്നിട്ടുണ്ട്. സോ 1 ഇൻറ്റു ദെൻ ഡ്രൈ വോളിയം ഫാക്ടർ എത്രയാണ്? 1.54. കോൺക്രീറ്റിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത് 1.54 ആണ്. ദെൻ എന്ത് ചെയ്യുന്നു? നമുക്ക് സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടെത്തേണ്ടത്. സോ 1/, ആ റേഷ്യോയിലുള്ള 1 + 4 + 8 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടുന്നു. ആ ആൻസറിന് നമുക്കിനി വെയിറ്റിലാണ് ആൻസർ കണ്ടെത്തേണ്ടതെങ്കിൽ ഇവിടെ കിട്ടുന്ന ആൻസറിന്
ഇവിടെ കിട്ടുന്ന ആൻസറിന് നമ്മൾ 1440, ഈ 1440 എന്ന് പറയുന്നത് എന്താണ്? സിമൻറ്റിൻ്റെ ഡെൻസിറ്റിയാണ്. 1440 കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അവിടെ കിട്ടുന്ന ആൻസറിന് 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ബാഗ്, എത്ര ബാഗ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ പ്രോബ്ലം. ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആദ്യത്തെ മെത്തേഡിൽ, അതായത് സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിലുള്ള മെത്തേഡിൽ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 1 മീറ്റർ ക്യൂബ് PCCക്ക് ആവശ്യമായ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്ക് അറിയാം. അതെത്രയാണ്? 0.95 മീറ്റർ ക്യൂബാണ്. ദെൻ ഈ ഒരു റേഷ്യോ വെച്ച് 1:4:8 എന്ന റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോൾ 8 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട്. സോ ആ 8 പാർട്ടിൻ്റെ വോളിയമാണ് 0.95 എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു പാർട്ടിൻ്റെ കണ്ടെത്താൻ എന്ത് ചെയ്യുന്നു? 9.95 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പാർട്ടിൻ്റെ വോളിയം കിട്ടും. ദെൻ അതിനെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? സിമൻറ്റിൻ്റെ റേഷ്യോ ആണ്. സിമൻറ്റിൻ്റെ റേഷ്യോ ആയ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സിമൻറ്റിൻ്റെ വോളിയം കിട്ടി. അതിനെ നമ്മൾ 1440 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ കിലോഗ്രാമിൽ കിട്ടി. ആ കിലോഗ്രാമിനെ നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാഗ് എന്ന രീതിയിൽ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഡ്രൈ വോളിയം ഫാക്ടർ. ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടാണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഡ്രൈ വോളിയം ഓഫ് കോൺക്രീറ്റ് ഈക്വൽ ടു വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ ആണ്. ഇവിടെ വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1 1 മീറ്റർ ക്യൂബാണ്. ദെൻ 1 മീറ്റർ ക്യൂബ് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറായ 1.54 ഇൻറ്റു ചെയ്യുന്നു. ദെൻ റേഷ്യോയിൽ നിന്ന് സിമൻറ്റിൻ്റെതാണ് കണ്ടെത്തേണ്ടത്. സോ ഇവിടെ 1 വരുന്നു. 1/1 + 4 + 8 വരുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടുന്നു. ഇവിടെ കിട്ടുന്ന ആൻസറിനെ 1440 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് വെയ്റ്റിലായി എത്ര കിലോഗ്രാമിലെന്ന് കിട്ടുന്നു. ആ കിലോഗ്രാമിൽ കിട്ടുന്ന ആൻസറിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബാഗ്, എത്ര നമ്പർ ബാഗാണ് യൂസ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ആൻസർ കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പ്രോബ്ലം വന്നാലും ചെയ്യാൻ കഴിയും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ കുറേ പ്രോബ്ലംസ് നിങ്ങൾ ടൈം കിട്ടുന്നതനുസരിച്ച് കുറേ പ്രോബ്ലം ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് കറക്റ്റ് ടൈമിൽ, അതായത് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം. സോ നമ്മൾ കുറേ പ്രോബ്ലം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആലോചിച്ച് വാല്യൂസും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സിമൻറ്റ് റിക്വയർഡ് ഫോർ 2 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്ക് റേഷ്യോ 1:5. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതോടൊപ്പം ഇവിടെ എന്താണ് പറയുന്നത്? 2 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്ക്. ഓക്കെ, 2 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ എത്രയെന്ന് പറയുന്നത് 1:5. ഓക്കെ, റേഷ്യോ എത്രയാണ്? 1:5. ഇവിടെയും നമുക്ക് 2 മെത്തേഡുണ്ട്. ആ 2 മെത്തേഡും പറഞ്ഞുതരും. ആദ്യത്തെ മെത്തേഡ് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിലുള്ള വാല്യൂസ് വെച്ചിട്ടാണ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതാണ്? ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിക്ക് വർക്കാണ്. 2 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കുണ്ട്. അതിലുള്ള സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഡാറ്റ എന്താണ്? അതായത് ഏത് വാല്യൂ ആണ് നമുക്കറിയാമെന്നുള്ളത്? ഏതൊക്കെ വാല്യൂ അറിയാം? 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയാം അല്ലേ? 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന്, അതായത് 1 യൂണിറ്റ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയാം. അതെത്രയാണ്? 0.2 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 0.2 മീറ്റർ ക്യൂബാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തോന്ന് കാര്യം അറിയാം? 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ മോർട്ടാറിൻ്റെ വോളിയം നമുക്കറിയാം. അതെത്രയാണ്? 0.23 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഈ വോളിയം ഓഫ് മോർട്ടാർ റിക്വയർഡ് ഫോർ 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ മോർട്ടാർ എന്ന് പറയുന്നത് വെറ്റ് മോർട്ടാറിൻ്റെ അളവാണ് പറയുന്നത്. അതെത്രയാണ്? 0.23 ആണ്. അല്ലാതെ വേറെ ഏത് വാല്യൂ നമുക്കറിയാം? 1 യൂണിറ്റ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയവും നമുക്കറിയാം. അതെത്രയാണ്? 0.2 മീറ്റർ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണടാ? 0.2 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. ഇവിടെ റേഷ്യോ എത്രയാണ്? 1:5 ആണ്. ഓക്കെ, 1:5 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു പാർട്ട് സിമൻറ്റ്. ഓക്കെ, ഇത് സിമൻറ്റിൻ്റെ പാർട്ടാണ്. ഇതുപോലത്തെ 5 പാർട്ട് ചേരുമ്പോഴാണ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ആവുന്നത്. ഓക്കെ, അതായത് ഇത്രയും 5 പാർട്ട് ആകുമ്പോഴാണ് ഫൈൻ അഗ്രിഗേറ്റ് ആവുന്നത്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 0.2 എന്ന് പറയുന്നത് ഒരു മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് പറയുന്നത്. അതെത്രയാണ്? 0.2 മീറ്റർ ക്യൂബാണ്. ഇവിടെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 0.2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ ഒരു പാർട്ടിൻ്റെ കിട്ടും. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഏതിന് സമമായിരിക്കും? നമ്മുടെ സിമൻറ്റിൻ്റെ ഇതിന് സമമായിരിക്കും, സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് സമമായിരിക്കും. നമ്മൾ ഈ റേഷ്യോ ബേസ്ഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ എങ്ങനെ എഴുതും? നമുക്ക് എങ്ങനെ എഴുതാടാ? 0.2. ഓക്കെ, 0.2 ഇൻറ്റു നമുക്കിവിടെ സിമൻറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/5 എന്ന് എഴുതുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇങ്ങനെയും എഴുതിയാൽ മതി. അതായത് 0.2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ ഒരു പാർട്ടിൻ്റെത് കിട്ടി. ഇനി നമുക്ക് സിമൻറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇൻറ്റു. ഇനി ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ എഴുതിയത് ഏതിലുള്ളതാണ്? ഒരു മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിനുള്ളതാണ് എഴുതിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ 2 മീറ്റർ ക്യൂബ് ഇവിടുന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? 0.2/5 ഇൻറ്റു 1 ഇൻറ്റു 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് എന്താണ്? ഇവിടെ ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ കാരണം എന്താണ്? ബ്രിക്ക് വർക്ക് 2 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ബ്രിക്ക് വർക്ക് 2 മീറ്റർ ക്യൂബ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തത്. ഓക്കെ, അപ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1 ഇൻറ്റു 2. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് സിമൻറ്റിൻ്റെ വോളിയം കിട്ടി. അതായത് ഇത് ഏകദേശം 0.08 സംതിങ് വരും. ഓക്കെ, 0.08 സംതിങ് വരും. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയ്റ്റിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഓക്കെ, ഇനി കിലോഗ്രാമിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ 0.08നെ 1440 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴും ഇവിടെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇനി നമ്പർ ഓഫ് ബാഗിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ കിട്ടുന്ന ആൻസറിനെ ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബാഗ്സ് എന്ന് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇവിടുത്തെ കണക്ക്. അതാണ് ഈ ഫസ്റ്റ് മെത്തേഡ്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിൽ പറയുന്ന വാല്യൂസ് വെച്ചാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നതാ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സിമൻറ്റ് റിക്വയർഡ് ഫോർ 2 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്ക് ഓഫ് റേഷ്യോ 1:5. 2 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് കാര്യം അറിയാം? 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയാം. ഓക്കെ, 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയാം. അതെത്രയാണ്? 0.2 മീറ്റർ ക്യൂബാണ്. സോ ഇവിടെ റേഷ്യോ അനുസരിച്ച് 5 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ ഒരു പാർട്ടിൻ്റെ ഫൈൻ അഗ്രിഗേറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? 0.2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്നു. ഓക്കെ, 0.2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്നു. ദെൻ നമുക്ക് സിമൻറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സിമൻറ്റിൻ്റെ റേഷ്യോ 1 ആണ്. സോ 1 ഇവിടെ ഇൻറ്റു ചെയ്യുന്നു. ദെൻ ക്വസ്റ്റ്യനിൽ 2 മീറ്റർ ക്യൂബ് എന്നാണ് തന്നിട്ടുള്ളത്. നമ്മളിവിടെ എടുത്തത് 1 മീറ്റർ ക്യൂബിൻ്റെതാണ്. സോ 2 മീറ്റർ ക്യൂബിൻ്റെ കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വോളിയം കിട്ടി, സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റി വോളിയത്തിൽ കിട്ടി. ഇനി നമുക്ക് കിലോഗ്രാമിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഇവിടെ കിട്ടുന്ന ആൻസറിനെ 1440 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കിലോഗ്രാമിലായി. ഇനി നമ്പർ ഓഫ് ബാഗിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ കിട്ടുന്ന കിലോഗ്രാമിലുള്ള ആൻസറിനെ ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ, അതായത് ഒരു ബാഗ് സിമൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോയാണ്. സോ ഇവിടെ കിട്ടുന്ന ആൻസറിനെ കിലോഗ്രാമിൽ ഇവിടെ കിട്ടുന്ന ആൻസറിനെ 50 കിലോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബാഗ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് പറയേണ്ടതാണ് ഡ്രൈ വോളിയം ഫാക്ടർ മെത്തേഡിലാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഡ്രൈ വോളിയം ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു. ഡ്രൈ വോളിയം ഫാക്ടറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏത് ഫോർമുല വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ബ്രിക്ക് വർക്കാണ്. ബ്രിക്ക് വർക്കിന് നമ്മൾ മോർട്ടാറാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈ വോളിയം ഓഫ് മോർട്ടാറാണ് വരുന്നത്. ഓക്കെ,
ഡ്രൈ വോളിയം ഓഫ് മോർട്ടാറാണ് വരുന്നത്. ഓക്കെ, ഡ്രൈ വോളിയം ഓഫ് മോർട്ടാർ ഞാൻ പറഞ്ഞു നേരത്തെ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ഏത് ഫോർമുല ഓർമ്മിക്കണം? ഡ്രൈ വോളിയം ഓഫ് മോർട്ടാർ ആണെങ്കിൽ വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ. ഓക്കെ, ഈ ഒരു ഫോർമുല നിങ്ങൾ ആദ്യം ഓർമ്മിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടർ, ഈ ഒരു ഫോർമുല നിങ്ങൾ ആലോചിച്ച് വച്ചിരുന്നാൽ സാധാരണ, കാരണം ഞാനിതിങ്ങനെ എടുത്ത് പറയാൻ കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ വോളിയം ഫാക്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ ഡ്രൈ വോളിയം ഫാക്ടർ നമുക്കറിയാം 1:33 ആണ്, 1.33 ആണ്. സോ നമ്മൾ ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് ആ വാല്യൂ വെച്ച് ഇൻറ്റു ചെയ്തങ്ങ് പോവും, ആൻസർ തെറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ഒരു ഫോർമുല നിങ്ങൾ ആദ്യം ഓർമ്മിച്ചെടുക്കണം, എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ, അപ്പോൾ നിങ്ങൾക്ക് തെറ്റൂല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രൈ വോളിയം മോർട്ടാറിൻ്റെ ഫോർമുല എന്താണ്? വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. ഇവിടെ ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യണം? വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ കണ്ടുപിടിക്കണം. ഓക്കെ, വെറ്റ് വോളിയം ഓഫ് മോർട്ടാറാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം. അതിനെന്താണ് ചെയ്യേണ്ടത്? വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ എത്രയാണ്? അതിന് നമുക്ക് പറഞ്ഞു, ഞാൻ ഈ ക്വസ്റ്റ്യന് തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് ഈ ക്വസ്റ്റ്യന് റിലേറ്റ് ചെയ്ത് 2 വാല്യൂസ് അറിയാം. ഏതൊക്കെയാണെന്ന്? ഒന്ന് 1 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 യൂണിറ്റ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയാം. അതുപോലെ തന്നെ 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ മോർട്ടാറിൻ്റെ വാല്യൂവും നമുക്കറിയാം. ഓക്കെ, ഏതൊക്കെ അറിയാടാ? 1 യൂണിറ്റ് ബ്രിക്ക് വർക്ക് അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയാം. അതുപോലെ തന്നെ 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ മോർട്ടാറിൻ്റെ വോളിയവും നമുക്കറിയാം. ആ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തത്. ഇനി ഈ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ വെറ്റ് വോളിയം ഓഫ് മോർട്ടാറാണ് വേണ്ടത്. സോ ആ വാല്യൂ എത്രയാണ്? 0.23 ആണ്. അതായത് വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ എന്ന് പറയുന്നത് തന്നെയാണ് 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായ മോർട്ടാറിൻ്റെ വോളിയം. ആ മോർട്ടാർ എന്ന് പറയുന്നത് വെറ്റ് മോർട്ടാറാണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ എടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 0.23 ആണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം അത് എഴുതുക. 0.23 ഇവിടെ എത്ര വോളിയം നമുക്കുണ്ട്? 2 ഉണ്ട്. അതിനു മുന്നേ നമ്മൾ പറഞ്ഞു ഈ ഡ്രൈ വോളിയം ഓഫ് മോർട്ടാർ കാണാൻ വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. ഇവിടെ മോർട്ടാറിൻ്റെ വെറ്റ് വോളിയം നമുക്ക് കിട്ടി 0.23. ഓക്കെ, ഈ 0.23നെ ഡ്രൈ വോളിയം ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഡ്രൈ വോളിയം ഫാക്ടർ ഇവിടെ എത്രയാണ്? മോർട്ടാറിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ 1.33. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്ര യൂണിറ്റ് ഉണ്ട്, എത്ര മീറ്റർ ക്യൂബ് ഉണ്ട്? ബ്രിക്ക് വർക്ക് 2 മീറ്റർ ക്യൂബാണ്. സോ ഇവിടെ നമ്മൾ 2 എഴുതുന്നു. ദെൻ വീണ്ടും നമ്മൾ സിമെൻറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ റേഷ്യോ ഇവിടെ എത്രയാണ്? റേഷ്യോ 1:5 ആണ്. സോ സിമെൻറ്റിൻ്റെ പാർട്ട് 1 പാർട്ടാണ്. സോ ആ 1 ഇവിടെ എഴുതുന്നു. ദെൻ ഡിവൈഡഡ് ബൈ 1 + 5 6 എഴുതുന്നു. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഒരു ആൻസർ കിട്ടും. ഇനി ഇവിടെ കിട്ടുന്ന ആൻസറിനെ ഇൻറ്റു 1440 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിലോഗ്രാമിലാണെന്ന് കിട്ടും. ഇനി ഇവിടെ കിട്ടുന്ന കിലോഗ്രാമിൻ്റെ ആൻസറിന് നമ്മൾ ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ബാഗ് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ മെത്തേഡ്. ഈ മെത്തേഡിൽ ഞാൻ പറഞ്ഞു ഈ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ച് ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ഡാറ്റാ ബുക്കിൽ ഉള്ള വാല്യൂ വെച്ച് ചെയ്യുമ്പോഴും കിട്ടുന്ന വാല്യൂസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ എക്സാമിന് ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അത് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇല്ല എങ്കിൽ മാത്രം മറ്റു മെത്തേഡിലോട്ട് പോവുക. അതായത് സ്റ്റാൻഡേർഡ് ഡാറ്റാ ബുക്കിലുള്ള വാല്യൂ വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡിലോട്ട് പോകുക. ഓക്കെ, അപ്പം ഈ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നതാ. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആ ഫോർമുല ഓർമ്മിച്ചെടുക്കണം. ഡ്രൈ വോളിയം ഓഫ് മോർട്ടാർ എന്ന് പറയുന്നത് വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. സോ വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ എങ്ങനെയാണ്? 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് 0.23 ആണ്. സോ ആ 0.23 നമ്മളിവിടെ എഴുതുന്നു. ദെൻ ഡ്രൈ വോളിയം ഫാക്ടർ എത്രയാണ്? മോർട്ടാറിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത് 1.33 ആണ്. അത് നമ്മളവിടെ എഴുതുന്നു. ദെൻ നമുക്കിത് എത്ര മീറ്റർ ക്യൂബിലാണ് കണ്ടുപിടിക്കേണ്ടത്? എത്ര മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 2 മീറ്റർ ക്യൂബാണ്. സോ 2 മീറ്റർ ക്യൂബ് നമ്മൾ എഴുതുന്നു. ദെൻ
സിമെൻറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ എന്ന് പറയുന്നത് 1:5 ആണ്. സോ അതിൽ സിമെൻറ്റിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ ആ 1 നമ്മളിവിടെ എഴുതുന്നു. ദെൻ 1 + 5 6 നമ്മളിവിടെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ആൻസർ വോളിയത്തിൽ കിട്ടുന്നു. ആ വോളിയം നമുക്ക് കിലോഗ്രാമിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1440 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ദെൻ അവിടെ കിട്ടുന്ന കിലോഗ്രാമിലുള്ള ആൻസറിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാഗിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഈസി അല്ലേ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ടടാ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ പ്രോബ്ലം. ക്വസ്റ്റ്യൻ വായിക്കാടാ. ഫോർ 12 mm തിക്ക് പ്ലാസ്റ്ററിംഗ് വിത്ത് സിമെൻറ്റ് മോർട്ടാർ റേഷ്യോ 1:3 ഓൺ 100 m² സീലിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് റിക്വയർഡ് ഈസ്. ഇവിടെയും സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ എന്നതൊക്കെ പറയുന്നുണ്ട് 12 mm തിക്കിലാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ദെൻ മോർട്ടാറിൻ്റെ റേഷ്യോ, സിമെൻറ്റ് മോർട്ടാറിൻ്റെ റേഷ്യോ 1:3 എന്ന് പറയുന്നുണ്ട്. സീലിംഗ് ആണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. സീലിങ്ങിൻ്റെ ഏരിയ എത്രയാണ്? 100 m² ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റാൻഡേർഡ് നമ്മൾ എസ്റ്റിമേഷൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇതിൻ്റെ വാല്യൂസൊക്കെ നമുക്കറിയാം, ഓർമ്മ വന്ന് കാണും. ആ വീഡിയോ കണ്ടവർക്ക് വാല്യൂസൊക്കെ ഓർമ്മ വന്ന് കാണും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എന്തോന്നൊക്കെ വാല്യൂ നമുക്ക് ഓർമ്മ വരുവാടാ. അതൊന്ന് നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കിയേ. ഏതൊക്കെ വാല്യൂസ് നമുക്ക് ഓർമ്മ വരും? ഏതൊക്കെ വാല്യൂസാണ് നമുക്കിവിടെ ഓർമ്മ വരേണ്ടത്? 12 mm തിക്നെസ് വരുമ്പോൾ, 12 mm തിക്നെസ്സിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതിൽ വോളിയം നമുക്കറിയണം. അതായത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ, ആ സിമെൻറ്റ് മോർട്ടാറിൻ്റെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം നമുക്കറിയണം. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പഠിച്ചു. പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്രയാണ്? 10 m² ആണ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, പ്ലാസ്റ്ററിങ്ങിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ആണ്? 10 m² ആണ്. മെഷറിംഗ് യൂണിറ്റ് m² ആണ്. പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാണ്? 10 m² ആണ്. ഓക്കെ, 10 m² ആണ്. ആ ഒരു കാര്യം ഓർമ്മിക്കണം. അതുപോലെ തന്നെ 12 mm തിക്നെസ്സിന് നമ്മൾ വോളിയം പഠിച്ചു, അതായത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം പഠിച്ചു. ഏതൊക്കെയാണ് അതൊന്ന് ഓർമ്മിച്ച് നോക്കിയേ. 12 mm തിക്നെസ് ആണെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതായത് ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ 12 mm തിക്നെസ്സിലാണെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എത്രയാണ്? 0.15 m³ ആണ്. ഇനി 15 mm ആണെങ്കിലോ 0.165 m³ ആണ്. ഇനി 9 mm തിക്നെസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം? 0.09 m³ ആണ്. ആ വാല്യൂ ഓർമ്മ വരണം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു. ഏതാണ്? സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞിട്ട് 1:3, അതായത് സിമെൻറ്റ് മോർട്ടാറിൻ്റെ പ്രപ്പോർഷൻ 1:3 വരികയാണെങ്കിൽ ചെറിയ മാറ്റമുണ്ട് ഈ വാല്യൂസിന്. ഏതൊക്കെയാണ്? സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സിമെൻറ്റ് മോർട്ടാറിൻ്റെ റേഷ്യോ 1:3 വരികയാണെങ്കിൽ 12 mm തിക്നെസ്സിന് വോളിയം എത്രയാണ്? 0.14 m³ ആണ്. 15 mm ആണെങ്കിലോ 0.15 m³ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏത് വാല്യൂസ് എടുക്കും? ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയുന്നുണ്ട് റേഷ്യോ എത്രയാണ്? 1:3 ആണ്. സോ നമ്മൾ ഏത് വാല്യൂ എടുക്കണം? അതേപോലെ തന്നെ 12 mm തിക്നെസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കും? 0.14 എന്ന വാല്യൂ എടുക്കും. ഓക്കെ, സ്പെഷ്യൽ കേസ് 1:3 നമ്മൾ 12 mm തിക്നെസ്സിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെങ്കിൽ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണടാ? 0.14 m³ ആണ്. ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്നു ഇവിടെ 12 mm തിക്ക്. ഓക്കെ, 12 mm തിക്നെസ്, റേഷ്യോ എത്രയാണ്? 1:3 ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് റേഷ്യോ 1:3 എന്ന് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഏത് വാല്യൂ എടുക്കാം? മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 0.15 അല്ലെങ്കിൽ 15 mm ആണെങ്കിൽ 0.165 അതെടുക്കാം. റേഷ്യോ 1:3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അത് 12 mm തിക്നെസ് ആണെങ്കിൽ ആ വാല്യൂ എത്രയാണടാ? 0.14 m³ ആണ്. ഓക്കെ, 0.14 m³ ആണ്. ഇനി 1:3 റേഷ്യോയിൽ തന്നെ 15 mm ആണെങ്കിൽ ഏതാണ് വാല്യൂ? 0.15 ആണ്. 0.15 m³ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ആദ്യത്തെ ആവശ്യമായ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. 12 mm തിക്നെസ്സിൽ റേഷ്യോ 1:3 ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ആണ് കേട്ടോ. ആ ഒരു കാര്യം ഓർമ്മിക്കണം. ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ആണ്. ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് എത്രയാണ്? 10 m² ആണ്. ആ ഒരു കാര്യവും ഇവിടെ ഓർമ്മിച്ചെടുക്കണം. ഓക്കെ, ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ആണ്.
ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് 10m² ആണ്. അതിൻ്റെ വാല്യൂ ആണ്, അതിൻ്റെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് എത്ര? 0.14 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലോട്ട് വരാം. നമുക്കിവിടെ 0.14 മീറ്റർ ക്യൂബ് എന്ന് അറിയാം, ആ വാല്യൂ നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ റേഷ്യോ 1:3 ആണ്. സോ ഒരു പാർട്ട് സിമൻറ്റ്, ഓക്കെ, ഒരു പാർട്ട് സിമൻറ്റ്, ദെൻ ഇതുപോലത്തെ 3 പാർട്ട് ചേരുമ്പോഴാണ് 3 പാർട്ട് എന്താകുന്നത്? ഫൈൻ അഗ്രിഗേറ്റ് ആകുന്നത്. സോ 3 പാർട്ട്, ഓക്കെ, 3 പാർട്ട്, ഇത് 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. ഇതേതാണ്? 1 പാർട്ട് സിമൻ്റ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് എത്ര? 0.14 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് ഒരു പാർട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണോടാ? 0.14 ഡിവൈഡ് ബൈ 3 ചെയ്യുന്നു. ദെൻ നമുക്ക് ഏതിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്? സിമൻറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. അതോടൊപ്പം അടുത്ത ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു. ഓക്കെ, 10 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 100 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. 100 മീറ്റർ സ്ക്വയർ സീലിങ്ങിന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 10 ചെയ്യണം. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലടാ, ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യം വിട്ടേക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഇനി പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വാല്യൂ ഓർത്ത് വെച്ചിരിക്കുക. അതായത് 10 മീറ്റർ ക്യൂബിന് 10 മീറ്റർ സ്ക്വയറിന് 10 മീറ്റർ സ്ക്വയറിൻ്റെ വോളിയമാണ് എത്ര? 0.14. ഓക്കെ, അതായത് 10 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഒരു യൂണിറ്റ്. ആ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ്ങിന് ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.14 ആണ്. ഇവിടെ നമുക്ക് 100 മീറ്റർ സ്ക്വയറിനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 100 മീറ്റർ സ്ക്വയറിനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 100 മീറ്റർ സ്ക്വയറിന് നമ്മൾ ആദ്യമേ ഈ ഒരു സ്റ്റെപ്പ്, ഇപ്പം ഞാൻ എഴുതിയ സ്റ്റെപ്പ് നിങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. 100 മീറ്റർ സ്ക്വയറിന് എത്ര ആയിരിക്കും? 10 മീറ്റർ സ്ക്വയറിന് 0.14 ആണ്. അതായത് 10 മീറ്റർ സ്ക്വയർ പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.14 ആണ്. അപ്പോൾ 100 മീറ്റർ സ്ക്വയറിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും? 100 മീറ്റർ സ്ക്വയറിൻ്റെ കാണാനായിട്ട് നമുക്കിവിടെ നമ്മൾ പഴയ കണക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ 100 ഇൻറ്റു 0.14 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, നമുക്കിവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.4 എന്ന് കിട്ടും. ഈ ഒരു ഇത്രയും ഞാൻ ഇപ്പോൾ എഴുതിയത് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ 10 എന്നുള്ളത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നതാ, നമുക്ക് 12 mm തിക്നെസ്സിൽ 1:3 ആണ് ഇവിടുത്തെ റേഷ്യോ. ആ 1:3 റേഷ്യോ വെച്ചിട്ട് ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ്ങിന് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എത്രയാണ്? 0.14 ആണ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10m² ആണ്. ഓക്കെ, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10m² ആണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ കണ്ടീഷനിൽ. ആ 10m² എത്ര പറയുന്നത്? 0.14 എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 100 മീറ്റർ സ്ക്വയർ ആണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ചെയ്യേണ്ടത്. സീലിങ്ങിൽ 100 മീറ്റർ സ്ക്വയർ ഏരിയയിലാണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. സോ നമ്മൾ 100 മീറ്റർ സ്ക്വയറിന് എത്ര വോളിയം എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. അത് നമുക്ക് എത്ര കിട്ടി? 1.4 കിട്ടി. ഇനി വേറെ ഒന്നുമില്ല, ഇനി നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1.4 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്നു, ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആൻസറായി. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ഒരു 0.46 എന്ന് ആൻസർ കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിലോഗ്രാമിലാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന ആൻസറിനെ ഇവിടെ കിട്ടിയ ഈ 0.46നെ ഇൻറ്റു 1440 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിലോഗ്രാമിൽ നിന്ന് കിട്ടി? ഇനി അതിനെ ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബാഗും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നതാ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? 12 mm തിക്ക് പ്ലാസ്റ്ററിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോ പറയുന്നത് 1:3 ആണ്. 100m² സീലിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 100m² ആണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഏതൊക്കെയെന്ന് നമ്മൾ ഓർമ്മിച്ചെടുക്കണം. അതായത് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് നമുക്ക് ഏതൊക്കെ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ? 12 mm തിക്നെസ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഏരിയയിൽ, ഓക്കെ, ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 mm തിക്നെസ്സിൽ നമുക്ക് 0.14 ആണ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ 12 mm തിക്നെസ്സിൽ ഒരു യൂണിറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ
ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 0.14 മീറ്റർ ക്യൂബാണ്. അത് ഈ റേഷ്യോ കൂടെ കണക്കാക്കണം. 1:3 എന്ന റേഷ്യോ കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ വാല്യൂ വരുന്നത്. ഓക്കെ, ദെൻ ആ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് പറയുന്നത്? 100 മീറ്റർ സ്ക്വയർ എന്നാണ് പറയുന്നത് ഏരിയ. ഓക്കെ, ഈ 100 മീറ്റർ സ്ക്വയറിന് എത്ര വോളിയം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് 1.4 കിട്ടുന്നു. ദെൻ ആ 1.4 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1.4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാർട്ട് കിട്ടി. അതായത് ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? റേഷ്യോ 1:3 ആണ്. ഓക്കെ, റേഷ്യോ 1:3 ആണ്. സോ ഒരു പാർട്ട് സിമൻറ്റും 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റുമാണ്. ആ 3 പാർട്ട് 100 m² പ്ലാസ്റ്ററിങ് ചെയ്യാൻ ആവശ്യമായ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 1.4 എന്ന് കണ്ടുപിടിച്ചു. ആ 1.4 എന്ന് പറയുന്നത് 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റ് ആണല്ലേ. റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോൾ 3 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയമാണ് 1.4 എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു പാർട്ടിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ 1.4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെന്തിന് ഈക്വലാണെന്ന് മനസ്സിലാക്കണം. സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഈക്വലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതിന് ഈക്വൽ എന്ന് പറയുന്നത് നമ്മുടെ സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഈക്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.4 ഡിവൈഡ് ബൈ 3 വരുന്നു. ദെൻ സിമൻറ്റിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. സോ ആ 1 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ വോളിയത്തിൽ ആൻസർ കിട്ടുന്നു. ദെൻ നമുക്ക് കിലോഗ്രാമിലാണ് ആൻസർ എങ്കിൽ ആ വോളിയത്തിൽ നമ്മൾ 1440 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിലോഗ്രാമിൽ ആൻസർ കിട്ടുന്നു. ദെൻ ആ കിലോഗ്രാമിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാഗിലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് നോക്കിയത്, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിലുള്ള വാല്യൂസ് വെച്ചിട്ടുള്ളതാണ് ചെയ്തത്. ഇനി അടുത്ത് ഡ്രൈവ് വോളിയം ഫാക്ടർ വെച്ചിട്ട് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഡ്രൈവ് വോളിയം ഫാക്ടർ എടുക്കുമ്പോൾ എന്ത് കാര്യം ആദ്യം ഓർമ്മിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് മോട്ടാറാണ്. ഡ്രൈവ് വോളിയം ഓഫ് മോട്ടാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫോർമുല വരുന്നത്? വെറ്റ് വോളിയം ഓഫ് മോട്ടാർ ഇൻറ്റു ഡ്രൈവ് വോളിയം ഫാക്ടർ ആണല്ലേ. വെറ്റ് വോളിയം ഓഫ് മോട്ടാർ ഇൻറ്റു ഡ്രൈവ് വോളിയം ഫാക്ടറാണ്. നമുക്ക് ഈ കേസിൽ ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 100 മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് സീലിംഗ് ചെയ്യേണ്ടത്. 100 മീറ്റർ സ്ക്വയർ സീലിങ്ങിലാണ് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. ഇവിടുത്തെ വെറ്റ് വോളിയം ഓഫ് മോട്ടാർ എത്രയാണെന്ന് നമുക്കറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറ്റ് വോളിയം ഓഫ് മോട്ടാർ എത്രയാണടാ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ അങ്ങനെ? ഇല്ല. നമ്മൾ വാല്യൂസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സോ എന്ത് ചെയ്യണം? നമ്മളത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? വെറ്റ് വോളിയം ഓഫ് മോട്ടാർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് അല്ലേ. 100 മീറ്റർ സ്ക്വയർ എന്ന് ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, ആ 100 മീറ്റർ സ്ക്വയർ ഏരിയന്നും തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തിക്നെസ്സും തന്നിട്ടുണ്ട്. സോ ആ ഏരിയനെ തിക്നെസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? മോട്ടാറിൻ്റെ വോളിയമായി. ഈ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോർമുല എഴുതണം എന്ന് ആദ്യമേ പറഞ്ഞത്. ഓക്കെ, ഈ ഫോർമുല നമ്മൾ എഴുതി, അതായത് ഈ ഫോർമുല ആദ്യം ആലോചിച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യും? ഒന്നേ നമ്മൾ 1.33 മാത്രം കൊണ്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് അങ്ങ് പോവും. അപ്പോൾ ആൻസർ തെറ്റും. ഓക്കെ, ഈ ഒരു ഫാക്ടർ കൂടെ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ ഈ ഫോർമുല നിങ്ങൾ ആദ്യം ഓർമ്മിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. അപ്പോൾ ഡ്രൈവ് വോളിയം ഓഫ് മോട്ടാർ എന്ന് പറയുന്നത് വെറ്റ് വോളിയം ഓഫ് മോട്ടാർ ഇൻറ്റു ഡ്രൈവ് വോളിയം ഫാക്ടറാണ്. നമുക്കിവിടെ വെറ്റ് വോളിയം ഓഫ് മോട്ടാർ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ അത് കണ്ടുപിടിക്കാനുള്ള ഹിൻഡ് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. ഏരിയ ഇൻറ്റു തിക്നെസ് ചെയ്യുമ്പോൾ നമുക്ക് ആ മോട്ടാറിൻ്റെ എന്തോന്നായി? വോളിയമായി. സോ അതാദ്യം ചെയ്യുക. 100 മീറ്റർ സ്ക്വയർ ആണ്. തിക്നെസ് എത്രയാണ്? തിക്നെസ് 12 mm ആണ്. അതിനെ നമ്മൾ മീറ്ററിലോട്ടാക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 0.012 എന്ന് വരും. അത് നമുക്കൊരു ആൻസറായി. ഓക്കെ, ഇനി ഇവിടെ കിട്ടുന്ന ഈ ആൻസറിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡ്രൈവ് വോളിയം ഫാക്ടറായ 1.33 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടത്. അതായത് ഫുള്ള് ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും ഇവിടെ. ഓക്കെ, ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് വെറ്റ് വോളിയം ഓഫ് മോട്ടാർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 100 എന്ന് തന്നിട്ടുണ്ട്. ദെൻ തിക്നെസ്സും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, 12 mm എന്ന് തന്നിട്ടുണ്ട്. ആ 12 mm മീറ്റർ ആക്കുമ്പോൾ എങ്ങനെ വരും? 0.012 എന്ന് വരുന്നു. സോ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് വെറ്റ് വോളിയം ഓഫ് മോട്ടാർ കിട്ടി. ദെൻ അടുത്തെന്ത് ചെയ്യണം? ഇൻറ്റു ഡ്രൈവ് വോളിയം ഫാക്ടർ. മോട്ടാറിൻ്റെ ഡ്രൈവ് വോളിയം ഫാക്ടർ എത്രയാണ്? 1:3
1.33 ദെൻ ഇൻറ്റു നമുക്കിവിടെ റേഷ്യോ അറിയാം. റേഷ്യോ എത്രയാണ്? 1:3 ആണ്. സോ സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 മുകളിൽ വരുന്നു, ദെൻ 1 + 3 4 ഡിനോമിനേറ്ററിൽ വരും. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വോളിയം കിട്ടി. സിമൻറ്റിൻ്റെ വോളിയം കിട്ടി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വോളിയത്തിന് അവിടെ കിട്ടുന്ന ആൻസറിനെ ഇൻറ്റു 1440 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? കിലോഗ്രാമിൽ കിട്ടുന്നു. ദെൻ അവിടെ കിട്ടുന്ന കിലോഗ്രാമിൽ കിട്ടുന്ന ആൻസറിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ബാഗും കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഇവിടെ ഈ വെറ്റ് വോളിയം ഓഫ് മോട്ടാർ എടുക്കുന്ന കാര്യം മറന്നു പോകരുത്. അത് ഈ രീതിയിലാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഡയറക്റ്റായിട്ട് 1.33 നിങ്ങൾ ചിലവർ ഇത്രയും ഭാഗം മാത്രം എഴുതുമായിരുന്നു. ഓക്കെ, അതായത് 1.33 × 1/4 എന്ന ടൈം മാത്രം എഴുതി ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡ്രൈ വോളിയം ഫാക്ടർ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഫോർമുല ആദ്യം വരണം. വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ വെറ്റ് വോളിയം ഓഫ് മോർട്ടാർ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. പക്ഷേ അതിലോട്ട് എത്താനുള്ള വഴി ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അത് ഏതൊക്കെയാണ്? സീലിംഗിൽ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ഏരിയ 100 m² എന്ന് തന്നിട്ടുണ്ട്. അതോടൊപ്പം പ്ലാസ്റ്ററിങ്ങിൻ്റെ തിക്നെസ്സും 12 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആ ഏരിയനെ തിക്നെസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആ വോളിയം കിട്ടുന്നു. അതാണ് വെറ്റ് വോളിയം ഓഫ് മോട്ടാർ. സോ നമ്മൾ പഴയത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡ്രൈ വോളിയം ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. മോട്ടാറിൻ്റെ ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1.33 ആണ്. ദെൻ ഇൻറ്റു സിമൻറ്റിൻ്റെ റേഷ്യോ, സിമൻറ്റ് ഒരു പാർട്ടാണുള്ളത്. സോ 1 മുകളിൽ വരുന്നു, ദെൻ 1 + 3 4 ഡിനോമിനേറ്ററിൽ വരുന്നു. അപ്പോൾ നമുക്ക് വോളിയത്തിൽ ആൻസർ കിട്ടുന്നു. ആ വോളിയത്തിന് സിമൻറ്റിൻ്റെ ഡെൻസിറ്റി ആയ 1440 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ കിലോഗ്രാമിൽ കിട്ടുന്നു. ആ കിലോഗ്രാമിനെ നമ്മൾ ഒരു ബാഗ് സിമൻറ്റിൻ്റെ വെയിറ്റ് ആയ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബാഗിലും നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇത്രയാണ് 3 പ്രോബ്ലം. ഈ 3 പ്രോബ്ലവും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ MCQൻ്റെ ടെസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു കാര്യം ഓർമ്മിക്കണം. നിങ്ങൾ ആദ്യം ഡ്രൈ വോളിയം ഫാക്ടറിൽ തന്നെ ചെയ്ത് നോക്കുക മാക്സിമം. അതിൽ കിട്ടുന്ന ആൻസർ ഓപ്ഷനിൽ ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ മറ്റേ മെത്തേഡിലോട്ട് പോകുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.